അസസ്മെന്റ് എങ്ങനെയാണ് ഇന്നത്തെ ഇലക്ഷന്റെ അസസ്മെന്റ്? ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 50% ഇവിടുത്തെ പോളിംഗ് നടന്നാണ് ഇവിടെ പറയുന്നത്. അതല്ല നമുക്ക് എന്താ അസസ് ചെയ്യാൻ സാധ്യത? അതിപ്പോൾ പറയാനൊക്കത്തില്ല. പോളിംഗ് ശതമാനം നല്ലപോലെ കൂടിയിട്ടുണ്ട്. മാത്രമല്ല 3 സ്ഥാനാർത്ഥികൾ ഒരുപാടുണ്ടായിരിക്കാം. 3 സ്ഥാനാർത്ഥികൾ വളരെ ഭംഗിയായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പണ്ടത്തെ എന്നൊക്കെയാണ് ഭംഗിയായിട്ട് ശോഭ സുരേന്ദ്രൻ വർക്കിയിട്ടുണ്ട്. വൈകിയാണ് പറഞ്ഞ് ഇറങ്ങിയതെങ്കിലും വേണുഗോപാലും അടിച്ചു കയറിയിട്ടുണ്ട്. അതെല്ലാം ഉപരി വളരെ നേരത്തെ തൊട്ട് തന്നെയാണെങ്കിലും ആരിഫ് നല്ലപോലെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 3 പേരും അഹമികയായിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണിത്. ആര് ജയിക്കും ആര് തോക്കുമെന്ന് എണ്ണി നോക്കാതെ പൊട്ടിച്ച് എണ്ണാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ശോഭയ്ക്ക് കഴിഞ്ഞ, അതായത് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ വോട്ടിംഗ് ശതമാനങ്ങളും ഇവിടെ പഴയതിനേക്കാൾ മെച്ചമായ നിലയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആര് ജയിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതെല്ലാം ഓരോരുത്തരും അവരവരുടേതായ രാഷ്ട്രീയ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ UDFന് UDF തരംഗം പറയും, BJP തരംഗം പറയും, LDF അവരുടെ തരംഗം പറയും. എന്താണ് തരംഗമെന്ന് അവസാനം പൊട്ടിച്ച് എണ്ണി നോക്കി കാണുമ്പോൾ ജനങ്ങൾ കൊടുത്ത തരംഗം എന്താണെന്ന് അപ്പം അറിയാം. ഇപ്പോൾ പറച്ചിനകത്ത് അതെല്ലാം രാഷ്ട്രീയ അഭിപ്രായമായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടതുള്ളൂ. കാരണം ഓരോ രാഷ്ട്രീയക്കാരും അവരുടേതായ പൊക്കിയെല്ലാം പറയുമോ, ഓരോരുത്തരും അവരെല്ലാം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിപ്പോൾ. എനിക്കറിയില്ല, ആ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവർ 2 സീറ്റ് ഉറപ്പാണെന്ന് പറയുന്നു, 1 സീറ്റെങ്കിലും കിട്ടുമെന്ന് പറയുന്നു. തിരുവനന്തപുരം കിട്ടിക്കഴിഞ്ഞു, തൃശ്ശൂർ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് ഏതാണ് എന്ന് നമ്മൾ ആരെക്കാളും കൗശലക്കാരാണ് ജനം, രാഷ്ട്രീയക്കാരേക്കാളും കൗശലക്കാരാണ് ജനം. വോട്ടർമാരെല്ലാം ഓരോന്നും മനസ്സിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടെല്ലാം ഓരോരുത്തരും ധരിക്കുന്നുണ്ട് തന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ അതനുസരിച്ച് അവർ ആ പറയുന്ന ചിഹ്നത്തെ കുത്തുന്നു. ആ കാലം പോയി. ഇന്ന് അച്ഛൻ പറഞ്ഞാൽ പോലും കുത്തുകയില്ല, അമ്മയാണെങ്കിൽ പറഞ്ഞാലും കേൾക്കില്ല. ഓരോരുത്തരും അവരുടേതായ ഐഡൻറ്റിറ്റിയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, വലിയൊരു ചെറുപ്പക്കാരുടെ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ എവിടെയിട്ടൊക്കെയാണ് കുത്തണമെന്ന് ആർക്കും അറിയാനൊക്കില്ല. ആ ചെറുപ്പക്കാരിവിടെയെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അതിനായിരിക്കത്തോളം മുൻതൂക്കം കിട്ടാൻ പോവുക. കാരണം ചെറുപ്പക്കാർ നമ്മൾ ആരും വിചാരിക്കുന്ന രീതിയിലല്ല ഒരു പാർട്ടിക്കോ അടിമയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ വാലോ ചൂലോ ആയിട്ടല്ല അവർ നിൽക്കുന്നത്. അവർ സ്വന്തമായ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക വിശേഷത ഈ വർത്തമാനകാലത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ആര് ജയിക്കും ആര് തോക്കും എന്ന് പ്രവചിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഇഞ്ചോടിഞ്ചാണ് ഓരോ സ്ഥലങ്ങളിലും ഫൈറ്റുന്നത്.